ഇക്കാണുന്ന ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നിറങ്ങിയിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ജലനഗരമായ ആംസ്റ്റർഡാം, കനാലുകളും കായലുകളും തടാകങ്ങളും നിറഞ്ഞ നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാം നഗരം. കനാലുകളുടെ ഓരത്തെ വലിയ തിട്ടകൾ പോലുള്ള ചിറകളിൽ രൂപപ്പെട്ട നഗരമാണിത്. നല്ല സ്ട്രീറ്റുകൾ, അതിന്റെ ഓരങ്ങളിൽ മനോഹരമായ സൗധങ്ങൾ, കനാലിലൂടെ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർ. പലതരം ബോട്ടുകളുണ്ട്. ഈ നടക്കുന്ന പാതയുടെ രണ്ടു വശത്തും ബോട്ട് പിയറുകളാണ്. നിരവധിയായ ബോട്ടുകൾ. ചരിത്ര മന്ദിരങ്ങളുടെ മുന്നിലൂടെ, അവിടെ നടന്ന സംഭവങ്ങളുടെ ഓർമ്മകളിലൂടെ 1 മണിക്കൂർ കനാൽ ക്രൂസ് നടത്താൻ ക്യൂ നിൽക്കുന്നു ആളുകൾ. ആംസ്റ്റർഡാം പോലുള്ള നഗരങ്ങൾ ടൂറിസത്തിൽ വലിയ വളർച്ച നേടിക്കഴിഞ്ഞു. ഇത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തെരുവാണ്, ദാം റാക്ക് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിലൂടെ ഏതാണ്ട് 300 മീറ്റർ നടന്നാൽ എനിക്ക് ഹോട്ടലിലെത്താം. വലിയ ചിറയിലുണ്ടാക്കിയ പാതയാണ്. എവിടെയും കാണാം കനാൽ ടൂർ നടത്തുന്ന ബോട്ടുകൾ. 10ഉം 12ഉം യൂറോയാണ് 1 മണിക്കൂർ നേരത്തെ ക്രൂസിനുള്ള ടിക്കറ്റ് നിരക്ക്. അരമണിക്കൂർ കൂടുമ്പോൾ ബോട്ടുകൾ പുറപ്പെടും. ദാം റാക്ക് സ്ട്രീറ്റിലൂടെ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് ഹോട്ടൽ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. പാതയുടെ മറുഭാഗത്ത് കാണുന്നതെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ടൂർ ബുക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിങ്ങനെ പലതുമുണ്ടവിടെ. ദാം റാക്ക് സ്ട്രീറ്റ് എപ്പോഴും ടൂറിസ്റ്റുകളാൽ നിറഞ്ഞിരിക്കും. ഈ വഴി നേരെ നടന്നാൽ പാലസ് സ്ക്വയറിലാണ് എത്തുക. റോയൽ പാലസിന്റെ മുന്നിലെ വലിയ സ്ക്വയറാണത്. വലിയ ദൂരമില്ല അവിടേക്ക്. ഈ നടക്കുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. പല നാടുകളിൽ നിന്നെത്തിയ സഞ്ചാരികൾ, യുവാക്കളും പ്രായം ചെന്നവരുമെല്ലാം ഉണ്ടിതിൽ. ഞാൻ ഹോട്ടൽ കണ്ടുപിടിച്ചു. എക്സ് എന്നാണ് ബോർഡ്. പേര് എക്സ്ചേഞ്ച് എന്നാണെങ്കിലും ഒരു രാത്രിക്ക് 10,000 രൂപ മുറിവാടകയുള്ള നല്ലൊരു ഹോട്ടൽ തന്നെയാണിത്. റിസപ്ഷനാണ് മുന്നിൽ കാണുന്ന പൊത്തിനപ്പുറം. റിസപ്ഷനിസ്റ്റിനെ ക്യാമറയിൽ പകർത്തുന്നത് മര്യാദകേടായതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ലെന്നേയുള്ളൂ. 6ാം നിലയിലെത്തണം. വിചിത്രമായൊരു മുറി. സർക്കസ് കൂടാരം പോലെ മുകൾ ഭാഗം പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊരു മുറിയിൽ ഞാൻ ആദ്യമായാണ് പാർക്കുന്നത്. തുണികൊണ്ടാണ് ഡെക്കറേഷൻ. ഓരോ മുറിയും ഓരോ തീമിലാണ്. എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒന്നായിപ്പോയി. ഈ സർക്കസ് കൂടാരത്തിനകത്ത് കിടന്നുറങ്ങാം. AC ഉണ്ട്. ജനൽ തുറന്നിട്ടാൽ കൂടുതൽ തണുപ്പ് കയറി വരികയും ചെയ്യും. വിചിത്രമായ ആ മുറിയിൽ അധിക നേരം നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. ഹോട്ടലിന്റെ നേരെ എതിർവശത്ത് വലിയൊരു കെട്ടിടമുണ്ട്. ഇവിടുത്തെ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു അത്. ഇപ്പോൾ പ്രധാനമായും അതൊരു കൺവെൻഷൻ സെന്ററാണ്. അങ്ങകലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നും നടന്നാണ് ഞാൻ ഹോട്ടലിലേക്ക് വന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാമുകൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ ചുറ്റി ഇങ്ങനെ കടന്നുപോകും. ഞാൻ സ്റ്റേഷന്റെ നേരെ എതിർദിശയിൽ പാലസ് സ്ക്വയർ ലക്ഷ്യമാക്കി നടന്നു. ഹലാൽ ഫുഡ് എന്നൊക്കെ ബോർഡ് വെച്ച റെസ്റ്റോറന്റുകൾ, ഗാന്ധി എന്നൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ്, സൂപ്പർ മാർക്കറ്റുകൾ. അതെല്ലാം കണ്ടു നടക്കുമ്പോൾ പെട്ടെന്നിതാ മഴ പെയ്തു തുടങ്ങി. ഒരു മുന്നറിയിപ്പുമില്ലാതെ മഴയെത്തിയിരിക്കുന്നു. ചാറ്റൽ മഴയായാണ് തുടങ്ങിയത്. അല്പം കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴയായി. ആളുകളെല്ലാം മഴയിൽ പെട്ടുപോയിരിക്കുന്നു. ഒരാളും തന്നെ കുടയുമായല്ല ഇറങ്ങിയിരിക്കുന്നത്. പലരും റെസ്റ്റോറന്റുകളിലേക്ക് കയറി. കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും മഴ തോർന്നു. പക്ഷേ അപ്പോഴേക്കും നേരമിരുട്ടി. ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. 9 മണിവരെയെങ്കിലും പകൽ വെളിച്ചം ഉണ്ടാവേണ്ടതാണ്. ട്രാമുകളിൽ ഇപ്പോൾ തിരക്ക് കൂടിയിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ട്രാമിൽ കയറും. ഏതെങ്കിലും യാത്രികനെ കിട്ടുമോ എന്നന്വേഷിച്ചെന്നോണം സൈക്കിൾ റിക്ഷക്കാരൻ പോകുന്നു.
ഞാൻ മഴ തോർന്ന നേരം നോക്കി കടത്തിണ്ണയിൽ നിന്നിറങ്ങി പാലസ് സ്ക്വയർ ലക്ഷ്യമാക്കി നടന്നു. പ്രധാന പാതയാണ്. വഴിയോരത്ത് ഇക്കാണുന്നത് കാസിനോകളാണ്. കാസിനോ എന്നാൽ സാമൂഹ്യവിരുദ്ധ കേന്ദ്രങ്ങളൊന്നുമല്ല. ആളുകൾ പണം വെച്ച് പല കളികളിൽ ഏർപ്പെടുന്ന ഇടം. പലതരം എന്റർടൈൻമെന്റ് കേന്ദ്രങ്ങളുണ്ട് ഇവിടെ. കുറച്ചുകൂടി നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നടന്നു വന്ന സ്ട്രീറ്റും അങ്ങേയറ്റത്ത് റെയിൽവേ സ്റ്റേഷനും കാണാം. ഇടിമിന്നൽ കണ്ടാണ് തിരിഞ്ഞു നിന്നത്. യൂറോപ്പിൽ വന്നിട്ട് നല്ല വെയിലായിരുന്നു. ആംസ്റ്റർഡാമിൽ വന്നപ്പോഴാണ് ഇടിമിന്നലും മഴയും കാണുന്നത്. കാലാവസ്ഥ ഇതുവരെ എനിക്ക് അനുകൂലമായിരുന്നു. നടന്ന് വലിയൊരു സ്ക്വയറിലേക്കെത്തി. വിളക്ക് തെളിഞ്ഞ കെട്ടിടങ്ങൾ ചുറ്റും. സ്ക്വയറിന്റെ ഒരറ്റത്ത് ഒരു മോണുമെന്റ് ഉണ്ട്. നാഷണൽ മോണുമെന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. 1956 സ്ഥാപിച്ച സ്മാരകമാണ്. മെമ്മോറിയൽ ടു ദ ഡെഡ് എന്നൊരു വിശേഷണം കൂടിയുണ്ട് സ്മാരകത്തിന്. സ്മാരകത്തിന്റെ നേരെ എതിർവശത്ത് ഇക്കാണുന്നതാണ് ഇവിടുത്തെ റോയൽ പാലസ്. രാജാവ് രാഷ്ട്രത്തലവനായുള്ള നാടാണ് നെതർലൻഡ്സ്. രാജാവും രാജ്ഞിയും വസിക്കുന്ന കൊട്ടാരമാണിത്. ഇവിടുത്തെ പ്രധാന ഭരണകേന്ദ്രം. പാലസ് സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം പ്രൗഢഗംഭീരം തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ച ബ്രസൽസിന്റെയോ ബ്രൂഷിന്റെയോ പഴമയും ഗാംഭീര്യവും ഇവിടെ ആംസ്റ്റർഡാമിൽ കാണാനാവുന്നില്ല. കാര്യങ്ങളൊക്കെ ആകർഷകമെങ്കിലും പഴമയുടെ ഗരിമ ഇവിടെയില്ല. നേരം ഇരുട്ടി വരുന്നു. മഴയായതോടെ തെരുവിൽ ആളുകളും കുറഞ്ഞു. ഇനി ഹോട്ടലിലേക്ക് മടങ്ങാമെന്നായി ചിന്ത. ഒന്ന് വിശ്രമിക്കാം. അടുത്ത പ്രഭാതത്തിൽ 7:30 തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. ഇന്ന് നെതർലൻഡ്സിന്റെ ഗ്രാമങ്ങളിലൂടെയും മറ്റും പോകേണ്ടതാണ്. ലിഫ്റ്റിൽ കയറി താഴേക്കിറങ്ങി. ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ഭാഗമായ റെസ്റ്റോറന്റാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭക്ഷണം കഴിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റേഷന് സമീപത്തു നിന്നുമാണ് ഇന്ന് യാത്ര പുറപ്പെടുന്നത്. ട്രെയിനിലല്ല യാത്ര. ഞാനൊരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. വോളൻഡാം, മാർക്കൻ, സാൻസേ ഷാൻസ് എന്നിങ്ങനെയുള്ള ചില ഗ്രാമങ്ങളും ഉൾനാടുകളുമൊക്കെ കാണാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവിടുത്തെ ഒരു കൗണ്ടറിൽ. കനാലുകളിൽ ബോട്ടുകൾ വിശ്രമത്തിലാണ്. കനാൽ ക്രൂസുകൾ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. 100 കണക്കിന് ബോട്ടുകളുണ്ട് ഇവിടെ. 1 അവർ കനാൽ ക്രൂസിന്റെ കൗണ്ടറുകൾ അടഞ്ഞുകിടക്കുന്നു. 10 മണിയാവുമ്പോഴേക്കും ഇതെല്ലാം സജീവമാകും. 8:30 ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ടൂർ പുറപ്പെടുന്നത്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ടൂർ കമ്പനിയുടെ ഓഫീസ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പ്രത്യേകതരം ബോട്ടുണ്ട്. മേൽക്കൂരയില്ലാത്ത ബോട്ട്. ഉച്ചകഴിഞ്ഞ് അത്തരമൊരു ബോട്ടിൽ കനാൽ ക്രൂസ് നടത്താൻ തീരുമാനിച്ചു. അത് എനിക്ക് ഷൂട്ടിങ്ങിന് സൗകര്യപ്രദമായിരിക്കും. ഇന്നലെ ജനം നിറഞ്ഞൊഴുകിയിരുന്ന തെരുവ് ഇപ്പോൾ ഏതാണ്ട് വിജനമാണ്. ശാന്തമായ അന്തരീക്ഷം. സർവീസ് വാഹനങ്ങൾ മാത്രമേ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലുമുള്ളൂ. ഡെലിവറി വണ്ടികളാണ്. യാത്രക്കാർ വന്ന കാറുകൾ എങ്ങുമില്ല. ഒരു രാജ്യതലസ്ഥാനത്തെ ഏറ്റവും പ്രധാന റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രഭാത കാഴ്ചയാണിതെന്ന് ഓർക്കണം. മറ്റൊരു ഭാഗത്ത് ഇതാണ് കാഴ്ച. 100 കണക്കിന് സൈക്കിളുകൾ. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണെങ്കിൽ കാറുകളുടെ പ്രളയമായിരിക്കുമല്ലോ. വികസനത്തിന്റെ അങ്ങേയറ്റത്തെത്തിയ ഈ നഗരത്തിൽ ട്രാമുകളിലാണ് ആളുകൾ കൂടുതലായും സഞ്ചരിക്കുന്നത്. മറ്റുള്ളവർ സൈക്കിളിൽ വരുന്നു. ട്രാമിൽ വന്നിറങ്ങിയവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട്, സൈക്കിൾ അല്ലെങ്കിൽ നടത്തം. നഗരത്തിലെ ജീവിതം ഇങ്ങനെയായി മാറിയിരിക്കുന്നു. കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലുമില്ല ഇവിടെ. ഞാൻ സെൻട്രൽ സ്റ്റേഷന്റെ അകത്തേക്കു കയറി. ഇവിടെ IJ ഹാൾ എന്നൊരു ഭാഗമുണ്ട്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വലിയൊരു കോംപ്ലക്സ് ആണ് റെയിൽവേ സ്റ്റേഷൻ. ഭൂമിക്കടിയിൽ തന്നെ വിശാലമായൊരു ഭാഗമുണ്ട്. IJ ഹാളിൽ ടൂർസ് ആൻഡ് ടിക്കറ്റ്സ് എന്നൊരു ഭാഗമുണ്ടെന്നും അവിടെ ചെന്നാൽ എനിക്കുള്ള ബോർഡിംഗ് പാസ് ലഭിക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനാണ് എന്റെ നടത്തം.
മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു IJ ഹാൾ. 8 മണിയായപ്പോഴേക്കും സ്ഥലം കണ്ടുപിടിച്ചു. ഇതാണ് ടൂർസ് ആൻഡ് ടിക്കറ്റ്സ്. അവിടെ ചെന്നപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി. ഇവിടെ തന്നെ കാത്തു നിൽക്കാനും പറഞ്ഞു. അരമണിക്കൂർ കൂടിയുണ്ട് ടൂർ തുടങ്ങാൻ. ആ നേരം കൊണ്ട് ഞാൻ സ്റ്റേഷന്റെ മറുഭാഗത്തേക്ക് ചെന്നു. ഇത് പിൻഭാഗമാണ്. ഇവിടെ ഇക്കാണുന്ന ജലാശയത്തിനാണ് IJ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് IJ ഹാൾ എന്ന പേര് വന്നതും. ജലാശയത്തിന്റെ ഓരത്തെ പാതയിലൂടെ സൈക്കിളിൽ കടന്നു പോകുന്ന ആളുകൾ. ജലാശയത്തിൽ ഫെറികൾ നീങ്ങുന്നു. റെയിൽവേ സ്റ്റേഷന്റെ വടക്കു ഭാഗമാണിത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇത്തരത്തിലുള്ള ഫെറികൾ IJ ജലാശയത്തിലൂടെ നഗരത്തിന്റെ വടക്കുഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത് കാണാം. ജലം എന്ന അർത്ഥം വരുന്ന ഡച്ച് വാക്കാണ് IJ. വലിയൊരു തടാകമാണ്. അതിനടിയിലൂടെ ടണൽ പാതകളുണ്ട്. അതിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. പാലങ്ങളെക്കാൾ ഇന്നാട്ടിലൊക്കെ ഉള്ളത് ടണൽ പാതകളാണ്. ജലാശയത്തിന്റെ കരകളെ ബന്ധപ്പെടുത്തി ഫ്രീ സർവീസ് നടത്തുന്നവയാണ് ഇത്തരം ഫെറികൾ. അതിനുവേണ്ടി ടിക്കറ്റ് കൗണ്ടറോ ടിക്കറ്റ് ചെക്കറോ ഒന്നുമില്ല. പോർട്ട് അതോറിറ്റിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും എല്ലാം ബോട്ടുകൾ ഇടയ്ക്കിടെ കടന്നു പോകുന്നത് കാണാം. ഉല്ലാസ ബോട്ടുകളുടെ സർവീസ് ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. അക്കരെ കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് ടൗൺ ആണ്. IJ പ്രൊമനേഡ് എന്ന ഭാഗമാണത്. ജലാശയത്തിലൂടെ ഫെറികൾ നിരന്തരം സർവീസ് നടത്തുന്നു. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായി ഫെറികളുണ്ട്, ട്രാമുകളുണ്ട്, ട്രെയിനുണ്ട്. അതിന്റെ എല്ലാം ഒരു ഹബ്ബാണ് സെൻട്രൽ സ്റ്റേഷൻ. മറുകരയിൽ നിന്നും ആളുകൾ ഫെറിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. സ്വന്തം സൈക്കിളുമുണ്ട് പലരുടെയും പക്കൽ. ഫെറി അടുത്താലുടനെ അവർ സൈക്കിളിൽ യാത്ര തുടരും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രീതി ഉടൻ തുടങ്ങണം. ഒരു ഓഫീസിലെ ജനറൽ മാനേജർ മുതൽ പ്യൂൺ വരെയുള്ളവർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു യൂറോപ്പിലും അമേരിക്കയിലും. ഇക്കാണുന്നത് ഇവിടുത്തെ ഐ ഫിലിം മ്യൂസിയമാണ്. അതിനടുത്ത് എ ഡാം ലുക്കൌട്ട് എന്ന കെട്ടിടം. 360 ഡിഗ്രിയിൽ നഗരത്തെ കാണാവുന്ന ഒരു സ്കൈ ഡെക്കുണ്ട് അതിനു മുകളിൽ. ഇതാണ് IJ ജലാശയത്തിന് അഭിമുഖമായുള്ള സ്റ്റേഷന്റെ ഭാഗം. സെൻട്രൽ സ്റ്റേഷന്റെ മുൻഭാഗത്തിന് ക്ലാസിക് ഭാവമാണെങ്കിൽ ഈ ഭാഗം കണ്ടംപററി ശൈലിയിലുള്ളതാണ്. ഇവിടെയൊക്കെ സൈക്കിളുകാർക്ക് പോകാൻ പ്രത്യേക ട്രാക്കുണ്ട്. ഞാൻ തിരികെ ടൂർസ് ആൻഡ് ടിക്കറ്റ്സിലേക്ക് നടന്നു. അവിടെ കുറച്ചാളുകളൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. ഒരാൾ ഒരു കുഞ്ഞു ബോർഡും ഉയർത്തി നിൽപ്പുണ്ടായിരുന്നു. പിറകെ വന്നുകൊള്ളാൻ പറഞ്ഞ് അയാൾ നടന്നു. ഇവരൊക്കെ എൻ്റെ ഒപ്പം ഇന്നത്തെ ടൂറിൽ പങ്കെടുക്കുന്നവരാണ്. വിവിധ ദേശക്കാർ. സ്റ്റേഷന്റെ തന്നെ മറ്റൊരു ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സാണ്. ഗൈഡ് ഞങ്ങളെയും നയിച്ച് അതിനടുത്തേക്കാണ് നടന്നത്. ഞങ്ങൾ കുറച്ച് യാത്രികരേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എങ്കിലും മുകൾ ഡെക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ മിക്ക സീറ്റിലും ആളുണ്ട്. മറ്റെവിടെ നിന്നോ നേരത്തെ തന്നെ ബസ്സിൽ കയറിയവരാണ്. വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഇനി പുറത്തെ കാഴ്ചകൾ എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന വലിയ ടെൻഷനായി. ഒരു പയ്യനാണ് എൻ്റെ സമീപം വിൻഡോ സീറ്റിൽ ഇരിക്കുന്നത്. അവന്റെ കൈയുടെയും തലയുടെയും ഒക്കെ ഇടയിലൂടെ ക്യാമറ മാറ്റി മാറ്റി പിടിച്ചാണ് ഞാൻ ഈ ഷോട്ടുകൾ എടുക്കുന്നത്. എനിക്കിത് ഇങ്ങനെയേ പറ്റുന്നുള്ളൂ എന്നതിനാൽ പ്രേക്ഷകർ ക്ഷമിക്കണം. ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടരുകയാണ്. ആദ്യം പോകുന്നത് സാൻ സെയ്ഷാൻസ് എന്ന ഗ്രാമത്തിലേക്കാണ്. ആംസ്റ്റർഡാമിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് യാത്ര. നഗരം പെട്ടെന്ന് പിന്നിലാവുന്നു. പുറത്തെ എല്ലാ കാഴ്ചകളും എനിക്ക് ക്യാമറയിലാക്കാനായില്ല. കാരണം സമീപത്തിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. പാടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര. നമ്മുടെ കുട്ടനാട് പോലെ ലോ ലാൻഡ്സ് ആണ് ഇതെല്ലാം.
സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ. എല്ലായിടത്തും ചിറകൾ കാണാം. ഈ തോടുകളിലൂടെ വെള്ളം വലിയ കനാലുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും അത് പമ്പ് ചെയ്ത് കുറെ കൂടി വലിയ കനാലിലെത്തിക്കും. ആ കനാൽ കടലിലേക്ക് തുറന്നുവിടും. ബസ് സാൻ സേഷാൻസ് ഗ്രാമത്തിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈ ടൂറിലെ ആദ്യത്തെ സ്റ്റോപ്പാണ്. പരമ്പരാഗതമായി ധാരാളം വിൻഡ് മില്ലുകളുള്ള ഒരു ഗ്രാമം. തടാകങ്ങളും സമ്പുഷ്ടമായ കാർഷിക ജീവിതവുമെല്ലാമുള്ള ഗ്രാമമാണ്. ഇന്നാവട്ടെ ഈ ഗ്രാമം ടൂറിസത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. ചെറു കനാലുകൾ, അതിനു കുറുകെയുള്ള പഴയ പാലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. പണ്ട് ഗതാഗതത്തിനു വേണ്ടി ഉയർത്തിക്കൊണ്ടിരുന്ന പാലങ്ങളാണ്. പഴയ വിൻഡ് മില്ലുകൾ അതേപടി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഗ്രാമമാണിത്. ചെറിയ കൈത്തോടുകൾ, കൃഷിയിടങ്ങൾ, പഴയ കളപ്പുരകളും മറ്റും ഇന്ന് ടൂറിസ്റ്റുകൾക്കുള്ള റെസ്റ്റോറന്റും സുവനീർ കടകളുമൊക്കെയായി മാറിയിരിക്കുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നിറങ്ങുന്നത്. ഈ പ്രഭാതത്തിൽ തന്നെയുള്ള തിരക്ക് കാണുക. വൈകുന്നേരം 5 മണി വരെയും ഈ ഒഴുക്കായിരിക്കും. ഓരോ പുരയിടത്തിനകത്തുകൂടിയും ഇത്തരത്തിലുള്ള നിരവധി തോടുകളുണ്ട്. ഇവിടെ കുറെ തെങ്ങുകൾ കൂടി വളർന്നു നിൽപ്പുണ്ടെങ്കിൽ അസൽ കുട്ടനാടായി. ഇതാണ് ശരിക്കും സാൻ സേഷാൻസ് ഗ്രാമത്തിന്റെ ഒരു രൂപം. തടാകങ്ങൾ, ആമ്പൽ പൊയ്കകൾ, മനോഹരമായ വീടുകൾ, വിൻഡ് മില്ലുകൾ. കുട്ടനാടിനെ ഒന്ന് ഒരുക്കിയെടുത്താൽ ഇങ്ങനെയൊക്കെ തന്നെയാവും. രാമങ്കരി, മിത്രക്കരി, മങ്കൊമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ പോലെ തന്നെയാണിവിടം. അങ്ങകലെ കാണുന്നതാണ് ഇവിടുത്തെ ട്രഡീഷണൽ വിൻഡ് മില്ലുകൾ. ശരിക്കും ഒരു കർഷക ഗ്രാമം. കോഴിയും താറാവുമൊക്കെയുണ്ട് വീട്ടുമുറ്റത്ത്. ഇവിടെ ഇപ്പോഴും ആളുകൾ പഴയ രീതിയിൽ ജീവിക്കുന്നു. അതേസമയം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഗ്രാമത്തെ ഒന്ന് മാറ്റുകയും ചെയ്തിരിക്കുന്നു. വീടുകളുടെ ഒരു ഭാഗം സുവനീർ കടയായിരിക്കും. മറ്റൊരു ഭാഗത്ത് റെസ്റ്റോറന്റ് ഉണ്ടാവും. 500 വർഷം മുൻപും ഈ വിധം തന്നെയായിരുന്നു ഗ്രാമം. തോടുകൾക്ക് കുറുകെ ചെറിയ സുന്ദരമായ മരപ്പാലങ്ങൾ. ഈ വിൻഡ് മില്ലുകൾ ഓരോന്നും 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കനാലുകളിലേക്ക് ഒഴുക്കുക എന്നതായിരുന്നു ഒരു ഉപയോഗം. ആ കനാലിൽ നിന്നും അടുത്ത ലെവലിലുള്ള വലിയ കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്നതും വിൻഡ് മില്ലുകൾ കൊണ്ടാണ്. കടലിനേക്കാൾ താഴ്ന്ന പ്രദേശമാണല്ലോ ഇത്. അതിനാൽ ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മാത്രമേ പുറത്തേക്ക് ഒഴുക്കാനാവൂ. വിൻഡ് മില്ല് കൊണ്ട് പ്രവർത്തിക്കുന്ന പല വ്യവസായങ്ങളുമുണ്ട്. ഇന്ന് അതിൽ പലതിന്റെയും ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് ഇവിടെയുള്ളത്. ധാന്യം പൊടിക്കാനും തടിയിറക്കാനും ഇതേ വിൻഡ് മില്ലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അത്തരം മില്ലുകളാണ് ഈ നിരന്നു നിൽക്കുന്നത്. സാൻ സേഷാൻസ് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗമാണ് അക്കാണുന്നത്. നമ്മുടെ വേമ്പനാട്ടുകായൽ പോലുള്ള ഒരു ജലാശയം. അതിന്റെ ഓരങ്ങൾ കുറച്ചുകൂടി വികസിതമാണെന്നേയുള്ളൂ. ഡച്ച് ശൈലിയിലുള്ള ഗ്രാമം. ഇത്തരത്തിൽ 10,000-ലേറെ വിൻഡ് മില്ലുകൾ ഇന്നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. 1300കളിലും 1500കളിലുമൊക്കെയാണത്. ഇത്തരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങൾ കൊണ്ട് വെള്ളം കടലിലേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞാണ് ഇവർ കര തെളിയിച്ചെടുത്തത്. മുരിക്കൻ കുട്ടനാടിനെ കൃഷിയിടമാക്കി മാറ്റിയെടുത്തതുപോലെ. മുരിക്കന് ആ ആശയം കിട്ടിയത് ഡച്ചുകാരിൽ നിന്നാവാം. കൂറ്റൻ വിൻഡ് മില്ലുകളാണ്. 15 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് കാറ്റാടി സ്ഥാപിച്ചിരിക്കുന്ന ആ കെട്ടിടത്തിന്. കാറ്റാടി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പഴയകാലം മുതലുള്ള വലിയൊരു സാങ്കേതിക വിദ്യയാണത്. ഏതാണ്ട് 2000 വർഷം മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗത്തിലുണ്ട്. കാറ്റാടി കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന പൽചക്രങ്ങളും പുള്ളികളും കൊണ്ട് കെട്ടിടത്തിന്റെ താഴെഭാഗത്ത് സജ്ജീകരിച്ച യന്ത്ര സംവിധാനം പ്രവർത്തിക്കുന്നതാണ് വിൻഡ് മില്ലുകളുടെ രീതി. വൈദ്യുതി ഉപയോഗിച്ച് ചക്രങ്ങൾ കറങ്ങുന്നത് പോലെ കാറ്റിന്റെ ശക്തിയിൽ അത് പ്രവർത്തിക്കുന്നു. ധാന്യം പൊടിക്കാനും തടിയിറക്കാനും പഞ്ചസാര ഉൽപാദനത്തിനും വെള്ളം പമ്പ് ചെയ്യാനുമൊക്കെ
നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയാണ് യൂറോപ്പിൽ വിൻഡ് മില്ലുകൾ ഏറ്റവും അധികം ഉപയോഗത്തിലിരുന്നത്. പല വലിപ്പത്തിലുള്ള മില്ലുകളുണ്ട്. വലിപ്പം കൂടും തോറും അതിന്റെ ശക്തിയും കൂടും. തടിയിറക്കാനും മറ്റും വലിയ വിൻഡ് മില്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഗ്രാമപാതയിലൂടെ നടന്നു. ഗ്രാമീണർ സൈക്കിളിൽ കടന്നു പോകുന്നു. ജോലിസ്ഥലത്തേക്കോ സ്കൂളിലേക്കോ പോകുന്നവരാണ്. ഇതൊക്കെ ഗ്രാമീണ പെൺകുട്ടികളാണ്. കോളേജിലേക്കും ജോലിസ്ഥലത്തേക്കും അവർ സൈക്കിളിൽ പോകുന്നു. കാറുകൾ അപൂർവമായേ കാണുന്നുള്ളൂ. പഴയകാലത്തിന്റെ ഓർമ്മയുണർത്തുന്ന മനോഹരമായ ഒരു ഡച്ച് ഗ്രാമം. സാൻസേഷാൻസ് ഗ്രാമത്തിൽ ഞാൻ സഞ്ചാരം തുടർന്നു.